സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും, പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി. കരളു കരളുമായി മനസ്സു മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ, കരളു കരളുമായി മനസ്സു മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ, ഇളം കിളി ഇണക്കിളി ഇനിയും നീ വരികില്ലേ, കുളിരുമായി നീ മധുരമായി നീ മൃദുല ഭാഷിണി പറന്നു പറന്നുവാ, പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി. കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ, കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ, മരാളികേ മനോഹരി ഇനിയും നീ വരികില്ലേ, മധുരമായി നീ മൃദുല മോഹിനി പറന്നു പറന്നു വാ, പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുമി, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുവോ, രാഗാദ്രമായി മോഹങ്ങൾ തന്നുവോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും, പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ. നിതീഷ് ഈ ഒരു പാട്ട് എടുത്തിട്ട് നിതീഷിന് എങ്ങനെ തോന്നി? കംഫർട്ടബിൾ ആയിരുന്നു? കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് പ്രശ്നം തോന്നിയത് നിതീഷിൻ്റെ പിച്ചിങ് ഈ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ നിതീഷ് ശരിക്കും നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു പിച്ചിങ്ങിൽ. ഇൻസ്പൈറ്റ് ഓഫ് പെർഫോമൻസ് എനിക്ക് തോന്നിയത് നിതീഷിന് പിച്ച് സെൻസ് കൂടുതൽ ഷാർപ്പർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു പെർഫോമൻസിൽ എനിക്ക് നിതീഷിൻ്റെ പിച്ചിങ് കുറച്ചൊരു പ്രശ്നം തോന്നിയിരുന്നു. ലൈൻസ് മെയിൻലി ആ സ്വരങ്ങൾ മരി മരി വരുന്ന സമയത്ത് മാ നോട്ട് അത് അവിടെ വരെ എത്തുന്നുണ്ടായിരുന്നില്ല. ഒരു മാ എത്തിയില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു പോയിരുന്നത്. പിന്നെ രാഗാർദ്രമായി ആ വാക്ക് വരുമ്പോഴും പ്രശ്നം ഫീൽ ചെയ്തിരുന്നു. പിച്ചിങ് അവിടെ വരെ എത്താത്തത് മാതിരി. അപ്പം കൂടുതലും പാട്ടിൽ ഫോക്കസ് ചെയ്യാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. കാരണം ഇത് പ്യുവർ നൊസ്റ്റാൾജിയ കൊണ്ടുവരേണ്ട ചില പാട്ടുകളാണ്. ഈ പാട്ടുകളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളുടെ എല്ലാവരുടെയും അകത്തുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനത്തെ പാട്ടുകൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യണം. സ്പെഷ്യലി ഓൾഡ് സോങ്സ് എല്ലാവരുടെയും പേഴ്സണൽ കളക്ഷനിലുള്ളതാണ്. നൊസ്റ്റാൾജിയ പറഞ്ഞപ്പോഴാണ് സ്റ്റീഫൻ ഈ ഒരു വേർഷൻ കേട്ടപ്പോൾ നൊസ്റ്റാൾജിയ ഇൻ ദ ക്ലബ്ബായിരുന്നത്. നൊസ്റ്റാൾജിയ ഒരു പഴയ പാട്ടാണെങ്കിൽ പോലും പുതിയ രീതിയിലാണ് ഇത് കേട്ടത്. വളരെ നന്നായിരുന്നു. സ്റ്റീഫൻ്റെ രീതിയിൽ ഇത് ട്രീറ്റ് ചെയ്തത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റീഫൻ ഓസ്ട്രേലിയയിൽ പോയതിൻ്റെ
ഒരു ആ ഇതാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്ന സാധനങ്ങൾ ഇതൊക്കെ അല്ലേ? സ്റ്റീഫൻ ഇപ്പോഴാണ് ഉണർവ് ഉണർവ് വന്നത് വന്നത്. അല്ലേ? അതെല്ലാം ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കണ്ടില്ലേ? അടിപൊളി സോങ്ങിനുള്ള വാല്യൂ എപ്പോഴും ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഇളകിയില്ലേ? ഇളക്കം കൂടിയപ്പം നിതീഷിന് കുറച്ചൊരു ടെൻഷൻ വന്നോ സംശയം. എന്തായാലും നന്നായി നല്ല സെലക്ഷനായിരുന്നു. ഒരു ചേഞ്ച് ആയില്ലേ? ആദ്യത്തെ ആ പാട്ടുകളിൽ നിന്നും ഒരു ചേഞ്ച് വന്നു, നന്നായിരുന്നു. എനിവേസ് ബാലു എന്ത് തോന്നുന്നു? നൈസ് സോങ് സെലക്ഷൻ, നല്ല സോങ് ആണ്. പിന്നെ നിതീഷിൻ്റെ പ്ലസ് പോയിന്റ് പറയാന്ന് വെച്ചാൽ നിതീഷ് കുറച്ച് നാളുകളായിട്ട് നല്ല ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ആൾ ഭയങ്കര ഡള്ളായിരുന്നു കുറച്ച് നാളൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 3-4 പെർഫോമൻസ് ആയിട്ട് നിതീഷ് ഭയങ്കര ആക്റ്റീവാണ്. സ്റ്റേജിൽ കുറച്ചുകൂടെ പ്ലസൻ്റ് ആണ്. അപ്പോൾ എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിൻ്റെ കാര്യത്തിൽ മൈനസ് പോയിൻറ്റ്സ് ഇല്ലാതില്ല. അതായത് അവിടെ ഇവിടെയൊക്കെ പിച്ചിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാൻ തോന്നി. ഓക്കെ. നിതീഷ് പുതിയ ടൈപ്പ് ബാക്കിംഗ് വന്നതിൻ്റെ ആണോ അത് എന്തൊക്കെയോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു. പിന്നെ എനിവേ ഇടയ്ക്ക് പിച്ചിൻ്റെ ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിച്ച് പ്രോബ്ലംസ് വരുന്നത് ശരിക്കും വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു സ്റ്റേജിൽ നിന്ന് ആ പാട്ട് പെർഫോം ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റിൽ കൊള്ളായിരുന്നു. എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിച്ചിങ്, അതുപോലെ തന്നെ ആ സ്വരങ്ങൾ പാടിയ സ്ഥലങ്ങളിലെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിവേ എന്തായാലും അടുത്ത പ്രാവശ്യം നന്നായിട്ട് പരിശ്രമിക്കണം. സിംഗിങ് ഏരിയയിൽ യാതൊരു പ്രോബ്ലം വരാത്ത രീതിയിൽ ശരിയാക്കണം.